അജ്ഞാത വാഹനമിടിച്ച് നട്ടെല്ല് പൊട്ടിയ തെരുവുനായ മൃഗസ്നേഹികൾ എത്തിച്ച കൂട്ടിൽ കിടന്ന് വേദനയാൽ പൊളിയുന്നു. എരഞ്ഞോളി ചുങ്കത്ത് നിന്നും അപകടത്തിനിരയായ പെണ്ണായാണ് ചോനാടം കാൻഫ്ര പാർക്കിങ്ങിനുള്ളിൽ ദേശവാസികൾ ഒരുക്കി നൽകിയ കൂട്ടിൽ കിടന്ന കിടപ്പിൽ ഇഴഞ്ഞു നീങ്ങാൻ പോലും വയ്യാത്ത നൊമ്പര കാഴ്ചയായിട്ടുള്ളത്. ഏതാണ്ട് ഒരാഴ്ച മുൻപിലാണ് റോഡരികിലെ കുറ്റിക്കാട്ടിൽ തീർത്തും അവശനിലയിലായ നായ സമീപവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവർ ഇതിനേറെ പണിപ്പെട്ട് പുറത്തെത്തിച്ച ശേഷം ഒരു കൂട് സംഘടിപ്പിച്ച് അതിനകത്താക്കി. ഭക്ഷണം വെള്ളം കൂട്ടിനുള്ളിൽ പതിവായി നൽകി. കണ്ണൂരിലുള്ള ടെലിമെഡിസിൻ മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. ആംബുലൻസുമായി ചോനാടത്തെത്തിയ ഉദ്യോഗസ്ഥർ നായയ്ക്ക് ഇഞ്ചക്ഷനും മരുന്നുകളും നൽകിയെങ്കിലും നട്ടെല്ല് തകർന്ന നായയ്ക്ക് പിൻകാലുകൾ അനക്കാനായില്ല. ഓപ്പറേഷൻ വേണ്ടിവരുമെന്നാണ് കണ്ണൂരിലെ വെറ്റിനറി ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടത്. ഇതിനായി നായയെ പാലക്കാട് എത്തിക്കണം. ഇതിനുള്ള ചിലവ്, പണം എന്നിങ്ങനെ സ്വരുക്കൂട്ടണമെന്നാണ് ഇപ്പോൾ നായയെ സംരക്ഷിക്കുന്നവരുടെ പ്രയാസം. ഇതിപ്പം എരഞ്ഞോളി ചുങ്കത്ത് വെച്ചിട്ട് ആക്സിഡൻ്റ് ആയതാണ്. ഒരു വൈകുന്നേരം രാത്രി ഒന്നാണെന്ന് പറയുന്നു. പക്ഷേ അതിനുശേഷം അത് വളരെ ബുദ്ധിമുട്ടി അതിൻ്റെ ഇടവഴി ഇങ്ങോട്ട് കയറി വന്നു. അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ രാവിലെ വഴിയിൽ ഇങ്ങനെ അത് നിൽക്കുന്നു. അതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു കാട് മൂടിയ സ്ഥലത്ത് കിടക്കുന്നു. അതിനുശേഷം നമ്മൾ കണ്ണൂർ ടെലിമെഡിസിൻ ആനിമൽ ഹസ്ബൻഡറിൻ്റെ അവരെ വിളിച്ചു. അവർ ആംബുലൻസുമായിട്ട് വന്നു. അവർ അതിന് വേണ്ടുന്ന ഇഞ്ചക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തു. ഒരു സാധാരണ ട്രീറ്റ്മെൻറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ പറയുന്നത് വെച്ചാൽ എക്സ്റേ സംവിധാനം ഉണ്ട്. എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണോ ഓപ്പറേഷനോ കാര്യങ്ങളെല്ലാം ചെയ്യണം. അതെല്ലാം ചെയ്യേണ്ടത്. ഇപ്പോൾ താൽക്കാലികമായിട്ട് പിന്നെ നാട്ടുകാരെല്ലാം സഹായം കൂടി എല്ലാവരും സഹായം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിന് തൽക്കാലം ഇങ്ങനെ ഇവിടെ പാർപ്പിച്ച് നമ്മൾ 2-3 നേരം ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരു തവണ ഡോക്ടർ വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ മെഡിസിൻ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ നട്ടലിന് എന്തോ ക്ഷതം സംഭവിച്ചിട്ട് ഉണ്ടാകാൻ സാധ്യതയെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടൊരു ഓപ്പറേഷൻ നടത്തി അല്ലാതെ അതിനെ രക്ഷപ്പെടുത്താൻ വേറെ വഴിയൊന്നും കാണുന്നില്ല. മുന്നിലുള്ള 2 കൈക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ബാക്ക് കാലിൽ അത് നിൽക്കാൻ വേണ്ടി പറ്റും. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനെ ഒന്നുകിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. ഈ നമ്മളെ മെഡിക്കൽ കോളേജ് ഉണ്ടല്ലേ വയനാട്ടിലുള്ള, അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പാലക്കാട് ആരോ ഇത് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് ചെയ്തിട്ട് തിരിച്ച് ഇതേ എൻവയോൺമെൻറ്റിൽ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കണമെന്നാണ് വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ നാട് എത്തിക്കണമെങ്കിൽ ഒരു 11,000 രൂപയോളം ആവുമെന്നാണ് പറയുന്നത്. കുറച്ച് പൈസയെല്ലാം നമുക്ക് എങ്ങനെ സംഘടിപ്പിക്കാം, എല്ലാം വഹിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. 2 ആഴ്ച മുമ്പേ ഇതേപോലൊരു സംഭവം ഉണ്ടായിട്ട് നമ്മൾ ഡോക്ടറെല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് ഡോക്ടർ പോയിടുന്ന ചികിത്സയെല്ലാം തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇപ്പോൾ കുണ്ടിച്ചിറയിലുള്ള ഗവൺമെൻറ് വെറ്ററിനറി ഡോക്ടറാണ് വന്ന ഡോക്ടർ ഇഞ്ചക്ഷനെല്ലാം കൊടുത്ത് മെഡിസിൻ കൊടുത്തു. പക്ഷേ അത് പോയി 2 ദിവസം കഴിഞ്ഞ് ഏകദേശം